ഹലോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലമല്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു ബിസി ഡേ ആണ് കേട്ടോ, വീഡിയോ ഇടാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നൂൽപുട്ടും പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, കുട്ടികളുടെ യൂണിഫോം ഡ്രയറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നിട്ടുണ്ടായിരുന്നു തോരയിടാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം അത് പോയി തോരട്ടിട്ട് വരാം കേട്ടോ. തോരട്ട് വന്നപ്പോഴത്തേനും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടിനുള്ള. അത് ഞാൻ വേഗം കുഴച്ചിട്ട് വേഗം മാറ്റി വെച്ചു, വേറെയുള്ള പണികൾക്ക് നിന്നു. നമ്മളിന്ന് പൊട്ടാറ്റോ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, വേഗം അതിൻ്റെ പണികൾക്കായിട്ട് നിന്നു കേട്ടോ. പൊട്ടാറ്റോ ഒക്കെ പീൽ ചെയ്തു, അതൊക്കെ കുക്കറിലാക്കി അതിൻ്റെ പണികൾ ഇങ്ങനെ സൈഡിൽ കൂടെ കഴിയുന്നുണ്ട്. ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് വന്നു കേട്ടോ. കൈ ചെറുതായിട്ടൊന്ന് പുള്ളി കുഴച്ച സമയത്ത് അപ്പോഴത്തേനും നീറ്റ് വന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നൂൽപുട്ട് ഞാൻ ഒരു സൈഡിൽ വേഗം കുഴച്ച് എന്താ പറയുക, നൂൽപുട്ടൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ സത്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നൂൽപുട്ട് ചുടാനായിട്ട്. കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു മാവ്, ഞാൻ വേഗം അത് ലൂസാക്കി അടുത്ത ട്രിപ്പ്. പിന്നെ നൂൽപുട്ടൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ലഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ. ലഞ്ചും ക്ലീനിങ്ങും ഒക്കെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കഴിയുന്നുണ്ട്. മക്കളെ വിളിക്കാനുണ്ട്. തേങ്ങ ചിരകാൻ നിന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ വേഗം തേങ്ങ കൂട്ടി കറിയിലേക്ക് കട്ടൻ ചായ ഒരു സൈഡിൽ തിളക്കുന്നുണ്ട്. അത് ഞാൻ ഫ്ലാസ്കിലൊക്കെ ആക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ എണീറ്റ് വന്നിട്ടുണ്ട്. ആമിത്. ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോബി ഫോണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവിൽ കളിക്കുക എന്നുള്ളതാണ്. കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഒരു പണിയാക്കിയിടും അവർ. അതിനിടയിൽ ഞാൻ കറി റെഡിയാക്കിയിട്ടോ, വേഗം കറിയൊക്കെ റെഡിയാക്കി. കുട്ടികൾക്ക് കുറച്ച് ചിക്കന് തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്കിന് നമ്മളിന്ന് തലേ ദിവസത്തെ വെള്ളപ്പം മാവിൽ കുറച്ച് നെയ്യും പഞ്ചസാര ഇട്ടിട്ട് വെച്ചതായിരുന്നു. അപ്പം നിൽക്കില്ലാതാണ് ഞാൻ ആത്തമിനെ കൊണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്, വേഗം കൊണ്ടാക്കി വന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേനുള്ള ലഞ്ചിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറി വെച്ചു. മീനിൻ്റെ പരിപാടി പിന്നെ ഉമ്മ നോക്കിക്കോളൂ കേട്ടോ, അതിലേക്ക് ഞാൻ പോവാറില്ല, കുറേ ടൈം പോകുമല്ലോ. പിന്നെ ഒന്ന് ചേച്ചിയില്ലാത്ത കാരണം കുറച്ച് പണികൾ കൂടുതലുണ്ടായിരുന്നു. അടിക്കാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ പണികൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ജിമ്മിനൊക്കെ പോകുന്നുണ്ട്, പുതിയൊരു ശീലമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും പോകണം. അപ്പോൾ വേഗം ഞാൻ പണികളൊക്കെ കഴിച്ചു. ഒരു 11:30 ആയപ്പോഴത്തേനും ഞാൻ എന്താ പറയുക, ജിമ്മിന് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടോ. എനിക്ക് പിന്നെ ആദ്യമേ വിളിക്കാൻ പോകാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബിയും ബ്രൈഡ് ടു ബി ഒക്കെ ഇന്ന് ഈവനിങ്ങിലുണ്ട്. അപ്പോൾ ആത്തിമിൻ്റെ സ്കൂളിലെത്തി. ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ആത്തിമിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. അവന് നല്ല സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. രാവിലെ പോയതിൻ്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ വേഗം വന്ന പഠനം ആത്തിമിനൊക്കെ റെഡിയാക്കി ഞാനും തന്നെ വേഗം റെഡിയാവാൻ നോക്കിയിട്ടാണ്. ധൃതി പിടിച്ചൊരു മാറ്റലായിരുന്നു കേട്ടോ. വേഗം ഞാൻ ഫ്രഷായിട്ട് എന്താ പറയുക, ആക്സറീസും കാര്യങ്ങളും ഒക്കെ ഇടാൻ തുടങ്ങി. ആത്തിമിനെ ഞാൻ ആദ്യം റെഡിയാക്കിയിട്ട് താഴേക്ക് പറഞ്ഞു വെച്ചിട്ടാ, പിന്നെ അവൻ്റെ നോക്കണ്ടല്ലോ. അങ്ങനെ വേഗം റെഡി ആയിട്ടോ. ഞാനിപ്പോൾ ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാരണം ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ വേഗം മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ, വല്ലാണ്ട് ലേറ്റ് ആയൊന്നുമില്ല. പിന്നെ ബ്ലാക്ക് കളർ കോഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡി ആയിട്ട് വേഗം ഇറങ്ങി. എൻ്റെ കോസ്റ്റ്യൂം ശരിക്കും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ധൃതി പിടിച്ച് വേഗം ഇറങ്ങിയ കാരണം. നോക്കിയപ്പോൾ ആത്തിമിനെ കാണാനില്ല, അവൻ ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വേഗം പിടിച്ച് വണ്ടി കയറ്റി. അവിടെ എത്തിയപ്പോൾ ബ്രൈഡ്സും ഗ്രൂംസും എത്തിയിട്ടില്ല കേട്ടോ. 2 പേരുണ്ട്. മാമൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണമാണ്. അപ്പോൾ 2 കപ്പിൾസുണ്ട്. എൻ്റെ ഇടയിൽ ആദ്യം എന്ത് ആമയുടെ എഗ്ഗാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഇളയച്ചിമാരാട്ടോ, കുഞ്ഞാമ്മൻ്റെയും മാമൻ്റെയും ഒക്കെ മരുമക്കളാണ്. ഇത് ഞങ്ങളായത് കുട്ടിയാണ് കേട്ടോ, കുഞ്ഞാമ്മയുടെ പേരക്കുട്ടിയാണ്. അവളുടെ ബാക്കിൽ നിൽക്കുന്ന അവളുടെ മോളാണ്. അവിടെ വേറെ ഒരു പാർട്ടിക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ പാർട്ടീൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ എൻ്റെ ആത്തിമിന് അവനക്ക് പറ്റിയ കുറച്ച് ആൾക്കാരെ തന്നെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ കളിച്ചോളൂ. ഞാൻ അവനെ നോക്കിയിട്ട് കാര്യമില്ല, പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ അവന് അവിടെ അങ്ങനെ അവൻ്റേതായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വന്നു വിട്ടാ, ബ്രൈഡ്സും ഗ്രൂംസും ഒക്കെ പെട്ടെന്ന് എത്തി. ഇതാണ് കേട്ടോ ഈ 2 കപ്പിൾസ്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് 2 നമ്മളുടെ കപ്പിൾസ്. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. നോക്കിയപ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെ. അപ്പം ബാഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്രൈഡ് ടു ബീഡും ഗ്രൂം ടു ബീഡും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. എൻ്റെ ആദ്യമാണ്ടൊക്കെ സൈലൻ്റായിട്ട് നിൽക്കുന്ന കേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇത് പിന്നെ എൻ്റെ നാത്തൂനാട്ടോ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഷംസിയത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. കേക്കും പോപ്സിക്കിൾസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ പെട്ടെന്ന് തന്നെ മാറിക്കൊടുത്തു കേട്ടോ. മറ്റേ ടീമിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറിക്കൊടുത്തു. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ഭയങ്കര രസമുള്ള വ്യൂ ആയിരുന്നു.